നാളെ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ വായിക്കാനിരിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ തിരുത്തു നിർദ്ദേശിച്ച് ഗവർണർ രാജേന്ദ്ര അർലേക്കർ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന രണ്ടിടത്ത് തിരുത്ത് ആവശ്യപ്പെട്ടതായാണ് വിവരം. ഈ സർക്കാരിന്റെ അവസാനത്തെ നിയമസഭാ സമ്മേളനത്തിനാണ് നാളെ തുടക്കമാകുന്നത്. എന്നാൽ മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗത്തിൽ സർക്കാർ ഭേദഗതി വരുത്തില്ല. വിയോജിപ്പുള്ള ഭാഗം ഗവർണർ വായിക്കാതെ വിടാനാണ് സാധ്യത. സർക്കാരുമായി രൂക്ഷമായി പോരടിച്ച ഘട്ടത്തിൽ 2024 നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 78 സെക്കൻഡ് മാത്രമാണ് വായിച്ചത്. എന്നാൽ സർക്കാരുമായി നല്ല ബന്ധം പുനഃസ്ഥാപിച്ച ഗവർണർ രാജേന്ദ്ര അർലേക്കർ അത്തരം കടുത്ത നീക്കത്തിലേക്ക് മുതിർന്നേക്കില്ല. കേന്ദ്ര വിമർശനത്തിൽ വിയോജിപ്പ് സർക്കാരിനെ അറിയിക്കുക മാത്രമാണ് ഉണ്ടായതെന്നാണ് വിവരം. കഴിഞ്ഞ സമ്മേളനത്തിലുണ്ടായിരുന്ന MLA-മാരിൽ 3 പേർ ഇല്ലാതെയാണ് നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കമാകുക. കാനത്തിൽ ജമീലയുടെ വിയോഗമാണ് അവരുടെ അസാന്നിധ്യത്തിന് കാരണമെങ്കിൽ തൊണ്ടി മുതൽ തിരിമറി കേസിൽ കോടതി ശിക്ഷിച്ചതോടെ ആന്റണി രാജു അയോഗ്യനാവുകയായിരുന്നു. ലൈംഗിക പീഡന കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനും സഭ തുടങ്ങുമ്പോൾ എത്താനാകില്ല. എന്നാൽ ഇരുവരെയും ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ സഭയെ ചൂടുപിടിപ്പിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വിഷയം സഭയിൽ ഉന്നയിക്കാൻ DK മുരളി MLA സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു. രാഹുലിന്റെ അയോഗ്യതാ വിഷയം നിയമസഭ എത്തിക്സ് കമ്മിറ്റിക്ക് വിടുന്നത് ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ അതിനുള്ള നടപടി സ്പീക്കർ തുടങ്ങിയിട്ടില്ല. മാർച്ച് 26 വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളതെങ്കിലും സമ്മേളനം പകുതി പിന്നിടുന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് മുന്നണികൾ കണക്കുകൂട്ടുന്നു. 29-ന് അവതരിപ്പിക്കുന്ന ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്താനാകും സർക്കാർ ശ്രമിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എല്ലാ ചർച്ചയിലും ഉയർത്താൻ UDF ശ്രമിക്കും. ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഉന്നയിക്കാൻ LDF-ഉം ശബരിമല സ്വർണ്ണപ്പാളി വിഷയം ഇരുകൂട്ടരും പരസ്പരം ആയുധമാക്കും. നിയമസഭാ സമ്മേളനം നാളെ തുടങ്ങാനിരിക്കെ ചീഫ് സെക്രട്ടറി A. ജയതിലക് വിദേശത്താണ്. മന്ത്രി P. രാജീവിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ വകുപ്പ് സംഘത്തിനൊപ്പമാണ് ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം ദാവോസിലെത്തിയത്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ എത്തുന്ന ഗവർണറെ സ്വീകരിക്കേണ്ടവരിൽ ഒരാൾ ചീഫ് സെക്രട്ടറിയാണ്.